ഇതിന്റെ വേറെ കളർ വേരിയൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് എനിക്ക് കിച്ചുമോൻ വാങ്ങി തന്നതാണ്. അവളിത് കാണുന്നുണ്ടെങ്കിൽ നന്ദിയുണ്ട് കിച്ചു, നന്ദി. എനിക്ക് ഈ മഞ്ഞ കളർ, എന്റെ ഫേവറേറ്റ് കളർ മഞ്ഞയാണ്. അപ്പൊ ഈ മഞ്ഞ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അയ്യോ എനിക്കറിയത്തില്ല, എന്റെ എല്ലാ ബാഗിലും ഉണ്ട് സമേതയുടെ ഓരോ ലിബ. ഭയങ്കര അഫോർഡബിളാ. 500 രൂപയോ? അയ്യോ, ഏതോ ഹോട്ടലിൽ നിന്ന് എടുത്ത ഓൾ പർപ്പസ് കിറ്റ്. ഇതൊക്കെ എവിടുന്നാ ഈ ആ ഹോട്ടലുകാരിന് തപ്പി വരുവോ? നമുക്ക് എന്നെ വേണം അതൂട്ടനെ വരെ ഇതിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് പോവാം നമുക്ക്. ഹായ്, ഹലോ, എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എനിക്കും നിങ്ങൾക്കും ഒക്കെ ചെയ്യാനും കാണാനും ഒരുപാട് ഇഷ്ടമുള്ളൊരു വീഡിയോ ആണ്. വാട്ട്സ് ഇൻ മൈ ബാഗ് അല്ല, പകരം എൻ്റെ ബാഗ് കളക്ഷൻ ആണ്. കളക്ഷൻ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബാഗ്സിന്റെ കളക്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ബാഗും തുടങ്ങാം. ഏറ്റവും പുതിയ ബാഗ് ആയിരിക്കുമല്ലോ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക. അങ്ങനെ എൻ്റെ ഏറ്റവും പുതിയ ബാഗാണിത്. ഈ ക്ലിപ്പ് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതല്ല, ഞാൻ തന്നെ വെച്ചതാണ്. കാണാൻ നല്ല രസമാണ്. ഓക്കെ, ഇതാണ് എൻ്റെ പുതിയ ബാഗ്. ഇതൊരു അലൻസോളിയുടെ ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ കളറ് നല്ല രസമാണ്. ഇപ്പൊ ക്യാമറ കാണുമ്പോൾ എന്താ അറിയാൻ എനിക്കറിയത്തില്ല, ഭയങ്കര ഒരു പച്ച കളർ, ഭയങ്കര പച്ചയാ. നമ്മൾ വിചാരിക്കുന്ന കഴിഞ്ഞും ഒരു പച്ച കളർ, ഭയങ്കര ഇടിവെട്ട് കളർ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു കളറാണ്. ഇതിനിങ്ങനെ ഒരു 2 ഹാൻഡിൽ വരുന്നുണ്ട്. ഇങ്ങനൊരു സാധനം, ഇത് വേണം നമുക്ക് ഊരിക്കളയാം. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ മാത്രം പിടിക്കുന്നവർക്ക് ഇങ്ങനെയും പിടിക്കാം. പക്ഷെ ഇങ്ങനെ പിടിച്ചാൽ ഭയങ്കര എക്സിക്യൂട്ടീവ് ആയിട്ട് അടങ്ങി ഒതുങ്ങി നടക്കുന്നവർക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എന്നെ പോലെ കുരുകുരുപ്പുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ പറ്റൂ. ഇത് വെറുതെ ഓളയിലോട്ട് തൂക്കിയാൽ മതിയല്ലോ. ഓക്കെ, ഇതെന്തോ വീഗൻ അപ്രൂവ്ഡ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അതെനിക്ക് അറിയത്തില്ല. ഇത് ഞാൻ ഭംഗിക്കാന്ന് ഓർത്ത് ഇപ്പോഴേ ശ്രദ്ധിച്ചേ. ഓക്കെ, ഇതെന്റെ പുതിയ ബാഗാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത് ഓർഡർ ചെയ്തപ്പോൾ. ഇത് ഓൺലൈനിലൊക്കെ ഉണ്ട്. അലൻസോളിയുടെ എനിക്കറിയത്തില്ല, അത്ര അഫോർഡബിൾ ഒന്നും അല്ല. പക്ഷെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്ര ഭീകരാണോന്ന് വെച്ചാൽ അല്ല, പക്ഷെ ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബാഗ് ഒന്നും അല്ല ഇത്. നോർമൽ ഒരു പോക്കിനൊക്കെ ആണെങ്കിൽ ഇത് വേണമെന്നില്ല. പക്ഷെ എനിക്ക് ബാഗിനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് അങ്ങനെ വാങ്ങിയ ഒരു ബാഗാണിത്. ഓക്കെ, നമ്മൾ ഇത് തുറക്കുമ്പോൾ ഇതിന് കുറെ അറകളുണ്ട്. ഇതിന് സ്പേസ് ഉണ്ട് അത്യാവശ്യം നമുക്ക് സാധനങ്ങൾ ഇടാം. അതിൻ്റെ ഉള്ളിൽ 1 2 3 4 5 സ്പേസ് സെപ്പറേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഒരെണ്ണം ഇങ്ങനെ സിബ് ഇല്ലാത്തത്, 3 എണ്ണത്തിനും സിബില്ല. പിന്നെ വരുന്നത് ഇവിടെ ഒരെണ്ണത്തിന് സിബുണ്ട്. നടുക്കത്തെ ഒന്നിന് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും പൈസ ഇടാനൊക്കെ ആയിരിക്കും. നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇടുന്നില്ല. പിന്നുള്ളത് വീണ്ടും ഒരു സിബ്. ഇതിൻ്റെ അകത്തുള്ളത് എൻ്റെ ടിഷ്യൂ പേപ്പർ. ഇതൊക്കെ എപ്പോഴും കൊണ്ടുവന്ന സാധനങ്ങളാ. ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്നതേ ഉള്ള. എല്ലാ ബാഗിന്റെയും നമ്മളിങ്ങനെ വെറുതെ കാണിക്കാം. എല്ലാ ബാഗിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കാണും. എൻ്റെ വാലറ്റ് തുറക്കണ്ട, നമുക്ക് തന്നെ സങ്കടം വരും. പിന്നെയുള്ളത് ഹെയർ ബാൻഡ്സ്. ഇത് എവിടെ പോയാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണല്ലോ. അതുകൊണ്ട് എപ്പോഴും ഹെയർ ബാൻഡ് കൂടെ കൊണ്ട് നടക്കും. അതുപോലെ തന്നെ ക്ലിപ്പും. പിന്നെ എൻ്റെ ഒരു നോട്ട് പാഡ് ഉണ്ട്. ഇത് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ള ഒരു നോട്ട് പാഡ്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തോന്നുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാഗാണ് ഇത്. സാധനമാണിത്. ആ പൈസ ഇടേണ്ട സ്ഥലത്ത് ഞാനൊരു ലിബാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സമേത ആയുർവേദിക്സിന്റെ ലിബാം. ഈ ലിബാമാണ് ഞാൻ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിബാമ. നല്ല ലിബാം, നല്ലൊരു ടിന്റ് ഉണ്ട് ഇതിന്. നമ്മള് ഇത് അവിടെ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ, ഗീയും ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഇതിന് റെഡും ഉണ്ട് പിങ്കും ഉണ്ട്. രണ്ടും എൻ്റെ കയ്യിലുണ്ട്. കുറേ ബോട്ടിലുണ്ട്. അപ്പൊ ഞാൻ എല്ലാ ബാഗും തുറക്കുമ്പോൾ ഓരോന്ന് വിധം കാണുമായിരിക്കും. കാരണം ലിബാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നുള്ളത് എൻ്റെ ഒരു പെർഫ്യൂമാണ്. ഇത് അപ്പീൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെ ഗ്രേപ്പ് ഇൻഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലേവർ ആണ് ഈ പെർഫ്യൂം. ഇത് ഞാൻ ഈ അടുത്ത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാ. മേടിക്കുമ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ. കാരണം ഈ ഗ്രേപ്പ് ഫ്ലേവർ ഒന്നും അങ്ങനെ പെർഫ്യൂമിന് എനിക്ക് പെർഫ്യൂം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ നമ്മൾ അധികം കണ്ടിട്ടില്ല. അപ്പൊ ഇതെന്താന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചപ്പം എനിക്ക് ഒരു പ്രതീക്ഷയേ ഇല്ലായിരുന്നു ഇത് എനിക്ക് ഇഷ്ടപ്പെടുമെന്ന്. പക്ഷെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഇതങ്ങനെ ഓവർ ഫ്രൂട്ടി അല്ല, ഓവർ ഫ്ലോറലും അല്ല, ഒരു ഭയങ്കര മസ്കി ടോണാണോ എന്ന് വെച്ചാൽ അതുമല്ല. ഒരു ന്യൂട്രൽ സാധനമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു സ്മെൽ. ഭയങ്കര കുത്തലും മണമൊന്നും ഇതിനില്ല. ആൻഡ് ഇതൊരു ലോങ് ലാസ്റ്റിംഗ് പെർഫ്യൂമാണ്. കുറേ സമയം നിൽക്കും. അപ് ടു 10 hours ആണ് ഇവര് ഇതിൽ തന്നെ പറയുന്നത്. പക്ഷെ അതിലും കൂടുതൽ ഇത് നല്ലോണം സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇതൊരു ഭയങ്കര പുട്ട് ടുഗദർ സാധനമാണെന്ന് വെച്ചാൽ ഒരു മീഡിയം ഇതിൽ നിൽക്കും. പക്ഷെ ഒരു എക്സ്ട്രാ ഓർഡിനറി എന്തോ ഒരു സാധനം ഇതിലുണ്ട് തന്നെ. എന്ന് വെച്ചാൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. പക്ഷെ ഒരു നോർമൽ ഒരു
നല്ലൊരു ക്ലാസി വൈബ് കിട്ടുന്ന ഒരു പെർഫ്യൂം ആയത്. അപ്പീലിന്റെ ഗ്രേപ്പ് ഇന്റൻസ്, അതാണ് കേട്ടോ ഈ ഫ്ലേവർ. ഇത് മാത്രമല്ല, ഇവർക്ക് വേറെ കുറെ ഫ്ലേവേഴ്സും ഉണ്ട്, പക്ഷെ ഞാൻ ഇതാ വാങ്ങിയിരുന്നത്. ഇതിന്റെ ഒരു ഫൺ ഫാക്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂണിസെക്സ് പെർഫ്യൂമാണ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് നമ്മൾ പറഞ്ഞ വിശ്വസിക്കില്ല, കാരണം എനിക്കും അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഇത് അപ്സൈക്കിൾഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്നാണ് ഈ പെർഫ്യൂം ഉണ്ടാക്കുന്നത്. അത് കൊള്ളാം അല്ലേ, അടിപൊളിയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പെർഫ്യൂമിനെ പറ്റി. ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പെർഫ്യൂം യൂസ് ചെയ്യുന്നതോറും നമുക്ക് പിന്നെയും പിന്നെയും ഇത് യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും കേട്ടോ. നമ്മളിപ്പോ ഫസ്റ്റ് ഇതൊന്ന് യൂസ് ചെയ്തു, പക്ഷെ നമുക്ക് പിന്നെയും പിന്നെയും ഇത് ഉപയോഗിക്കാനുള്ള ഒരു ഇഷ്ടം ഇങ്ങനെ കൂടിക്കൂടി വരും. അതാണ് ഈ പെർഫ്യൂമിന്റെ ഏറ്റവും വലിയൊരു കാര്യം. ഇനി നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം, പോയി ചെക്ക് ചെയ്ത് വാങ്ങി നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ബാഗിന്റെ അകത്ത് അത്രയും സാധനങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഈ ബാഗ് ഒത്തിരി കണ്ടിട്ടുണ്ടാവും, ഇതിന്റെ കോളേജ് ബാഗാണ്, കോളേജിൽ കൊണ്ടുവന്ന ബാഗാ. ഇപ്പൊ ഇതിന്റെ അധികം ഒന്നും വെച്ചിട്ടില്ല. ഇതിനാകുമ്പോ കുറേ സ്പേസ് ഉണ്ട്, ഒത്തിരി സ്പേസ് ഉള്ള ബാഗായത്. ഓക്കെ, ഇതൊരു ബാഗിന്റെ കൂമ്പാരമാകുമ്പോൾ ഇവിടെ. പിന്നെ ഉള്ളത് ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയ ബാഗാണ്. ഇത് ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. നമുക്ക് കോളേജിലൊക്കെ കൊണ്ടുപോകാനാണെങ്കിലും അല്ലെങ്കിൽ വെറുതെ ഒരു ബീച്ച് വൈബ് അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ബാഗാ. എനിക്കിഷ്ടമാണ്, ഭയങ്കര സിമ്പിൾ ഒരു ബാഗാണ്, പക്ഷെ നല്ല രസമാണ്, നല്ല തുണിയാണ്. ഇനി അടുത്തത്, എനിക്ക് മറ്റേ ചേച്ചിമാരൊക്കെ തുണിയുടെ കളിച്ചിൽ ഇങ്ങനെ ഓരോരോ തുണി ഇട്ട് കാണിക്കത്തില്ല, അതുപോലെ തോന്നുക. അടുത്ത ബാഗ്, ഫാസ്റ്റ് ട്രാക്കിന്റെ ബാഗ്. ഇത് ഞാൻ തന്നെ കെട്ടിത്തൂക്കിയതാ, ഞാനും നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ക്ലിപ്പ് തൂങ്ങി കിടപ്പുണ്ട്. ഇതിന്റെ അകത്ത് നിറച്ച് സാധനമാണ്, ഷൂട്ടിന് കൊണ്ടുവന്ന സാധനങ്ങളാണ്, അതുകൊണ്ട് ഞാനിത് തുറക്കുന്നില്ല. ഓക്കെ, ഇതിങ്ങനെ തന്നെ ഇവിടെ ഇരിക്കട്ടെ. ഇതൊരു ലെതർ പോലെയാ, ഒരു ബ്ലാക്ക് കളറാ. ഇതിന്റെ വേറെ കളർ വേരിയൻസ് ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഇത് എനിക്ക് കിച്ചുമോൻ വാങ്ങി തന്നതാണ്. അവളിത് കാണുന്നുണ്ടെങ്കിൽ നന്ദിയുണ്ട് കിച്ചു, നന്ദി. കിച്ചു കണ്ടിട്ടുണ്ട്. വേറെ എന്ത് ഞാൻ നശിപ്പിച്ചാലും ഈ ബാഗ് മാത്രം ഞാൻ നശിപ്പിക്കരുത്. ഇത് ആൽഡോയുടെ ബാഗാണ്. ഇത് ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ല, എനിക്ക് റിമി ചേച്ചി വാങ്ങി തന്ന ബാഗാണെന്ന്. ഇതെനിക്ക് റിമി മോൾ വാങ്ങി തന്നാണ്. ഇവിടെ ഒരു പൂട്ടും താക്കോലും ഉണ്ട്. ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ്. ഇത് ആൽഡോയുടെ ഒരു സിഗ്നേച്ചർ കളക്ഷനാ. ഇത് നല്ല രസമാണ്. ഇതേ നമ്മള് ഇപ്പൊ പ്ലെയിൻ ഒരു ബ്ലാക്ക് ഡ്രസ് ആണെങ്കിലും നമ്മൾ ഈ ബാഗ് അതിന്റെ കൂടെ ഇട്ടാൽ അതൊരു ആക്സസറീസ് ഒന്നും ഇടണ്ട, അത്രയും ഭംഗിയാണ്. നമ്മളിപ്പോ ഒരാളെ കണ്ട് മനസ്സിലാക്കണമെങ്കിൽ പെട്ടെന്ന് നമ്മൾ അവരുടെ ബാഗ് നല്ലതാണെങ്കിൽ അവരെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. എന്ന് വെച്ചാൽ കയ്യിലിരിക്കുന്ന ബാഗ് ഭയങ്കര നല്ല ബാഗാണെങ്കിൽ നമ്മൾ അയ്യോ നല്ല രസമുണ്ടല്ലോ അങ്ങനെ ഓർക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എനിക്ക് ബാഗ് ഇത്ര ഇഷ്ടം വന്നത് കേട്ടോ. ഇതിനൊരു വേറൊരു ബെൽറ്റും കൂടി ഉണ്ട്. ഇവിടെ കണ്ടോ ഒരു സാധനം, ഇതേ ഹുക്ക് ചെയ്തിട്ടിട്ട് നമുക്ക് തോളയിലിടാം. പക്ഷെ അതിന് ഭയങ്കര നീളമാ. ഇതിന് അതിന്റെ ആവശ്യമില്ല, കാരണം ഇത് നമ്മൾ ഇങ്ങനെ ഇട്ടാൽ തന്നെ ഇത്രയും നീളത്തിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര കംഫർട്ടബിളാ. ആൽഡോ കണ്ടോ, ഇതിന്റെ അകത്ത് ആൽഡോക്കാർ വീണ്ടും സിബ് കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു കുഞ്ഞി പൗച്ച് ഉണ്ട്, അതിന് മാത്രമേ സിബ് ഉള്ളൂ. ഇപ്പൊ നമ്മൾ കണ്ടത് ടോട്ട് ബാഗ്, അങ്ങനെയാ പറയാ. ഇനി നമ്മൾ കാണുന്നത് സ്ലിംഗ് ബാഗ്. ഇതൊക്കെ നമ്മളേതായിട്ടുള്ള ശരികളാണ് കേട്ടോ. ഇതൊന്നും കറക്റ്റ് ആണോ എന്ന് നമുക്ക് ആരും പ്രൂവൻ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെ കുളിച്ചാൽ മതി. സ്ലിംഗ് ബാഗ്, ഓക്കെ. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഇതിന് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇത് നമ്മൾ ഒരു ബാഗി ജീൻസ് അതൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഈ ബാഗ് നല്ല രസമാണ്. ഇതിന്റെ അകത്ത് രണ്ടെണ്ണം ഉണ്ട്, അതിന്റെ അകത്തും വേറൊരു പള്ളിയുണ്ട് കേട്ടോ, ഒരു കുഞ്ഞി പൗച്ച് പോലെ അതിന്റെ അകത്തും ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ബാഗ്. സ്ലിംഗ് ബാഗിന്റെ കൂട്ടത്തിൽ എനിക്ക് ഉറപ്പായിട്ടും ഇഷ്ടമുള്ള ഒരു ബാഗ് ആയിരിക്കും ഇത്. പിന്നെ നമുക്ക് ഇടിവെട്ട് മഞ്ഞ കളർ ബാഗ്. ഇതെന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ ഇടാൻ നല്ല രസം. നേരത്തെ നമ്മളൊരു പച്ച ബാഗ് കണ്ടില്ലേ, അതുപോലെ ഈ മഞ്ഞ ബാഗും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബാഗിനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുള്ളൂ, ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആ, ഒത്തിരി. എനിക്കൊന്ന് എല്ലാ കളറും ഉണ്ട് ഈ ബാഗിന്, കളറും പ്രിന്റും ഒക്കെ വേറെ വേറെ കുറെ അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് ഈ മഞ്ഞ കളർ, എന്റെ ഫേവറേറ്റ് കളർ മഞ്ഞയാണ്. അപ്പൊ ഈ മഞ്ഞ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിന്റെ അകത്ത് എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്, ലിബ. അയ്യോ എനിക്കറിയത്തില്ല, എന്റെ എല്ലാ ബാഗിലും ഉണ്ട് സമേതയുടെ ഓരോ ലിബ. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു, എനിക്ക് അത്ര ഇഷ്ടമായത്, അതുകൊണ്ട് ഞാൻ എല്ലാ ബാഗിലും ഓരോന്ന് എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര അഫോർഡബിളാ, 500 രൂപയോ 600 രൂപയോ അങ്ങനെ എന്നാണ്ടേ ഉള്ളൂ ഇതിന്. പക്ഷെ നല്ല രസമല്ലേ. ഞാൻ എവിടുന്ന് വാങ്ങിയതാണ്, ഏത് ഓൺലൈനാന്ന് മറന്നുപോയി. പക്ഷെ പണ്ട് ഞാൻ +1 +2 പഠിക്കുമ്പോൾ വാങ്ങിയതാ. ഈ ബാഗൊക്കെ ഞാൻ ഒറ്റയടിക്ക് വാങ്ങിയതല്ല കേട്ടോ, ഇതൊക്കെ ഞാൻ പണ്ട് വാങ്ങുന്ന. പക്ഷെ ഞാൻ സൂക്ഷിച്ചു വെക്കും, ഞാൻ ഒന്നും കളയത്തില്ല. അങ്ങനെ ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന ബാഗുകളാണ് ഇത്. ഓക്കെ, ഇത് എടുത്തിട്ട് ഈ ചുമക്കാൻ വരുന്നു, സൂക്ഷിച്ചു വെച്ചിട്ട് പൊടി. ഇത് ചുംബക് എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര ഫേമസ് ബ്രാൻഡായത്. അവരുടെ ബാഗാണ്. ഇതൊരു ബാക്ക് പാക്ക് ആയത്. ഇതായിരുന്നു ഞാൻ ലാസ്റ്റ് വാങ്ങിയ ബാക്ക് പാക്ക്. പിന്നെ ഞാൻ ഇങ്ങനത്തെ തൂക്കുന്ന ബാഗ് വാങ്ങിയിട്ടില്ല അധികം. ഇത് കണ്ടു, ഇത് ചുംബക്കിന്റെ ആന.
ചുമക്കിന്റെ ആനയാണ് അവരുടെ മെയിൻ. ചുമക്കിന്റെ അത്യാവശ്യം എല്ലാ പ്രൊഡക്ട്സിലും ആന ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ എന്തിനാന്ന് എനിക്ക് ഓർമ്മയേ ഇല്ല. അയ്യോ, ഏതോ ഹോട്ടലിൽ നിന്ന് എടുത്ത ഓൾ പർപ്പസ് കിറ്റ്. ഇതൊക്കെ എവിടുന്നാ ആ ഹോട്ടലുകാരൻ തപ്പി വരുക? ഇതിന് ഭയങ്കര സ്പേസ് ഉണ്ട് കേട്ടോ, നിറച്ച്. നമുക്ക് ഇപ്പം ദൂരോട്ട് എങ്ങോട്ടെങ്കിലും പോണെ തുണിയൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ നമുക്കൊന്നും ഇടാനൊന്നും പറ്റത്തില്ല. ഇതൊരു ഇങ്ങനെ മാഗ്നറ്റ് പോലത്തെ അടപ്പ ഇതിന് വരുന്നത്. ഇവിടെ ഒരു സിബും കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടി തട്ടി എടുത്താൽ ഇച്ചിരി കൂടെ നല്ല കളറായി ഇതിന്റെ. ഇപ്പൊ ഇച്ചിരി പൊടി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഇത് കഴിയുമ്പോൾ ഇനി തുമ്മലായിരിക്കും. ഇച്ചിരി പൊടി പിടിച്ചിരിക്കുന്നതുകൊണ്ടായത്. ഇതാ ചുംബക്കിന്റെ സിമ്പിൾ, ഒരു മൂങ്ങയുടെ കണ്ണ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ബാഗ്. ഈ ബാഗ് മൊത്തം പൊടി പിടിച്ചു. എന്നിട്ട് ഞാൻ എന്തിനാണ് എന്റെ ബാഗ് കളക്ഷനിൽ ഇത് കാണിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാണാം, ഇത് നല്ല ബാഗാ. ഇത് അഫോർഡബിൾ ആട്ടോ. ബാക്കിയൊന്നും ഞാൻ അഫോർഡബിൾ ആണെന്ന് പറയത്തില്ല. ഇതിനാ വലിയ വിലയൊന്നും ഇല്ല, ചെറിയ പൈസ കണ്ടുള്ളൂ. കൂടിപ്പോയൊരു അപ് ടു 1000 അടിയിലോട്ടായിരിക്കും. 1000 മേലെ വില വരാൻ ചാൻസ് ഇല്ല. മറന്നുപോയി, ഒത്തിരി പണ്ട് മേടിച്ചതാ. അപ്പം ഇതിന്റെ അകത്ത് ഈ ബാഗിന്റെ ഏറ്റവും വലിയ ഗുണം എന്തോരം സ്ഥലമാണ് കണ്ടോ. നമുക്ക് എന്നെ വേണം അതൂട്ടനെ വരെ ഇതിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് പോവാം. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോ ഇതിന്റെ അകത്തൊരു പൗച്ചുണ്ട്. അത് തുറക്കുമ്പോ ഒന്നും കിട്ടത്തില്ല നമുക്ക്. ഈ ബാഗിന്റെ അകത്തൊന്നും ഒന്നുമില്ല. സാധാരണ ഈ ഗോൾഡ് മെറ്റീരിയൽ ഇല്ലേ, അത് പൊളിഞ്ഞു വരും ഭയങ്കരമായിട്ട്. ഒത്തിരി നാള് വർഷങ്ങളായി കഴിഞ്ഞാൽ അധികം പൊളിഞ്ഞു വരും. പക്ഷെ ഇത് കണ്ടോ, ഇതിന്റെ ഇവിടെ ഏറ്റവും അടിയിൽ ഇങ്ങനെ കുറച്ച് പൊളിഞ്ഞു പോന്നിട്ടുണ്ട് എന്നല്ലാതെ ഈ ബാഗിന് വേറെ ഒരു കുഴപ്പമില്ല. എനിക്ക് അതുകൊണ്ട് ഈ ബാഗ് ഭയങ്കര ഇഷ്ടമാട്ടോ. ഒത്തിരി സാധനവും കൊള്ളും. പക്ഷെ ഇതിപ്പോ അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്നാലും ബാഗ് കളക്ഷൻ വെച്ച് നോക്കുമ്പം ഇതൊക്കെയാണ് എന്റെ ബാഗ് കളക്ഷൻ. ഇനിയും എടുക്കാത്ത കുറെ ബാഗ് ഇരിപ്പുണ്ട്. പക്ഷേ ഫേവറേറ്റ് ബാഗ്സ് വേണമല്ലോ. നമ്മൾ ബാഗ് കളക്ഷൻ ഒക്കെ കാണിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ബാഗല്ലേ കാണിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഇത്രയും കാണിച്ചു. ഇത്രയാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബാഗ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഫേവറേറ്റ് ബാഗ് ഏതാ ആൻഡ് എന്തുകൊണ്ടാ എന്ന് പറയണം കേട്ടോ. അതിൽ താഴെ കമന്റ് ചെയ്യണേ. വെറുതെ അറിയാൻ വേണ്ടിയിട്ടാ. എല്ലാരും ഞാൻ പുറത്തു കൊണ്ടുപോകുമ്പം എന്റെ ബാഗ് എല്ലാരും നോട്ടീസ് ചെയ്യും. കാരണം എനിക്ക് ഇതിനോട് ഇച്ചിരി പ്രാന്തമുള്ളതാണെന്ന് ആൾക്കാർക്ക് അറിയാം. അപ്പൊ എന്നോട് നോക്കിയിട്ട് അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചോദിക്കും ഏത് ബാഗാ. എന്നിട്ട് ഞാൻ ലിങ്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. കാരണം എനിക്ക് ഇഷ്ടം അങ്ങനെ എന്റെ ഒരു ബാഗോ എന്തെങ്കിലും കണ്ടിട്ട് അങ്ങനെ വാങ്ങുന്നൊക്കെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ എന്നോട് പറയണം ഏത് ബാഗാ ഇഷ്ടപ്പെട്ടത് എന്ന്. ഓക്കെ, ആൻഡ് താങ്ക് യു. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിക്കണം, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. ബൈ.